ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനാണ്. മുട്ടക്കോസ് തോരൻ എന്നൊക്കെ പറയുന്ന ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് ഞാനൊരു മീഡിയം സൈസ് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് തേങ്ങ, കുറച്ച് ആവശ്യത്തിന് ഒരു വലിയ സവാള, ഒരു മീഡിയം സവാള പകുതി മുറിച്ച് അതിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് മുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. പിന്നെ കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമാണ് വേണ്ടുന്നത്. ആദ്യം ഒരു ബൗളെടുക്കുക. ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ തേങ്ങ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാ തോരൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതിന് എന്ത് ചെയ്യത്തില്ല, മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുക, തീ കത്തിക്കുക. അതിനുശേഷം നമ്മൾ കടുക് വറക്കാനുള്ള പരിപാടിയാണ്. കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക്, ഒരിത്തിരി ജീരകം, പിന്നെ കുറച്ച് ഉഴുന്നൊന്ന് കഴുകി പാരി ഇച്ചിരി ഒരു ശകലം മതി. അതൊരിച്ച് ടേസ്റ്റ് തരുന്ന സാധനമാണ്. അപ്പോൾ കുറച്ച് ഉഴുന്നൂടെ അതിലേക്ക് ഇടുക. അതൊന്ന് കടുകൊന്ന് പൊട്ടി അതും ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും ഉള്ളിയും കൂടെ ഇടുക. കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇടുക. ഒന്ന് വഴട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരനതിലേക്ക് ഇടാവുന്നതാണ്. അധികം അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേനാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ്റെ കൂട്ട് അതിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം നമ്മളൊന്ന് വഴട്ടും. എല്ലാം ഒന്ന് മിക്സപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ആ വഴട്ടുന്നത്. ഒത്തിരി ഒന്നും അധികമായിട്ട് വഴട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം, തോരൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുക, വേവിക്കുക. വെന്തതിന് ശേഷം നമ്മളൊന്ന് ഒത്തിരി അങ്ങ് വറ്റുന്നതിന് തൊട്ട് കുറച്ചൊരു 2 മിനിറ്റ് മുന്നേ ഒന്ന് എടുത്ത് ആവശ്യം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇച്ചിരി ആഡ് ചെയ്യാവുന്നതാണ്. ഇളക്കിയതിന് ശേഷം വറ്റുന്നിടം വരെ ഒന്ന് അതിലെ മൊത്തം വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യുക. ആ പാനിലിട്ട് തന്നെ കരിയാതെ നോക്കുക. ഈ സമയത്ത് തീ വളരെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നത് നന്നായിരിക്കും. എന്നാലും കരിഞ്ഞു പോയില്ല. നമ്മളതൊന്ന് ഫ്രൈ ആയി തോരൻ്റെ വെള്ളമെല്ലാം ഈ ഒരു സമയത്ത് വറ്റിയിട്ടുണ്ട്. വറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.